ഇന്ന് നമ്മൾ ചെയ്തത് എന്താണെന്നറിയോ? റാഗി കൊണ്ടുള്ള ഹൽവയാണ് കേട്ടോ. നല്ല സൂപ്പറാണ്. എന്തൊരു രസമായിരുന്നറിയോ? വായിലിട്ട് തന്നെ അലിഞ്ഞു പോകും. നമ്മൾ അരിയുടെ ഹൽവ, മറ്റേ എന്താ പറയുക, മൈദയുടെ ഹൽവ, അതൊക്കെയല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് മിക്കതും കഴിക്കുക. അതിനേക്കാളൊക്കെ സൂപ്പറാണ് കേട്ടോ ഇത്. എന്ത് സാധനമെന്നറിയോ? അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നോക്കിയാൽ കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവും. നമ്മൾ റാഗി തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയത് അരച്ചെടുത്ത് അതിലേക്ക് 3 കപ്പ് വെള്ളമാണ് കേട്ടോ. 1 കപ്പ് റാഗി എടുത്തത്, അത് അരച്ചിട്ട് നമ്മൾ അതിൽ 3 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ പാലെടുക്കുക. പിന്നെ അതിലേക്ക് ശർക്കര 500 ഗ്രാം ശർക്കര ഉരുക്കിയത് ചേർക്കുക. അരിച്ചെടുത്തിട്ട് ഒഴിച്ചോളൂ കേട്ടോ. പിന്നെ 2 നുള്ളി ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് അതിൽ വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ച് ആദ്യം തന്നെ ഇളക്കുക. അത് കഴിഞ്ഞ് ഇങ്ങനെ കട്ട പിടിക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. പിന്നെ നന്നായിട്ടൊന്ന് വേണ്ടി വരുമ്പോൾ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ 1 കപ്പ് വെളിച്ചെണ്ണയാണ്, 1 കപ്പല്ല അര കപ്പ് വെളിച്ചെണ്ണയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല മണമുള്ള വെളിച്ചെണ്ണ വേണം, കറിയ വെളിച്ചെണ്ണ ഒന്നും എടുക്കാൻ പാടില്ല കേട്ടോ. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യാണെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. അപ്പോൾ അര കപ്പ് എടുത്തത് നമ്മൾ 2 പ്രാവശ്യമായിട്ട് അതിൽ ഒഴിച്ചു കൊടുത്തു. ആദ്യം ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പകുതി വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളതും കൂടെ ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് കേട്ടോ, അത് പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ്. പിന്നെ കാഷ്യൂനട്ട് നമ്മൾ ചെറിയ 1 ടീസ്പൂൺ നെയ്യിൽ 5-10 കാഷ്യൂനട്ട് എടുത്തിട്ട് ഇങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക. പിന്നെ അവസാനമാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ വരട്ടിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഹൽവ റെഡി ആയിട്ടോ. അധികം പണിയൊന്നുമില്ല, 45 മിനിറ്റ് മതി. പിന്നെ ഒരു തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു പ്ലേറ്റിലേക്കോ ട്രേയിലേക്കോ ഇട്ട്